ഗുഡ് മോർണിംഗ് സിറ്റി എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. നമ്മുടെ നഗരത്തിൽ കുഴൽപ്പണത്തിന്റെ ബിസിനസ് വർദ്ധിച്ചു വരികയാണത്രേ. ഇതെന്റെ അഭിപ്രായമല്ല കേട്ടോ, സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞാണ്. പലർക്കും പണം നിറച്ച പെട്ടികൾ വീണ് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാറുള്ള വഴിയരികിലും മരച്ചോട്ടിലും മറ്റു വീണെടുക്കുന്ന പെട്ടികളിൽ ചിലപ്പോൾ പണമായിരിക്കില്ലേ, ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചവ. അങ്ങനെ ഒരു പെട്ടി നമുക്ക് കിട്ടിയാലോ? അതോടെ നമ്മുടെ കണ്ടുപോയാ 7 മണി കഴിഞ്ഞോ? എണീക്കാം. പണിക്ക് പോണോ? പോകണ്ടല്ലേ? എന്നാ പോണ്ട. അപ്പൊ ഇന്ന് എന്ത് ചെയ്യും? സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്ക് പോവാം. ന്യൂസ് പേപ്പർ. ഇത് തന്നെ കാണാം. വാരാന്ത പതിപ്പ്. നക്ഷത്രഫലം നോക്കാം. ഈ ആഴ്ച എങ്ങനെയാണെന്ന് അറിയാലോ. മൂല നക്ഷത്രം. ജോലിക്ക് പോകാൻ മടി കാണിച്ചേക്കും. ശരിയാണല്ലോ. പ്രതീക്ഷിക്കാതെ കുറെ അധികം പണം കയ്യിൽ വന്നേക്കാം. ചിലപ്പോൾ വീട് കിട്ടുന്നതും ആകാം. നല്ല ദിനം 3. ഇന്ന് 3-ാം തീയതി ആണല്ലോ. അല്ലേ കുറെ നേരം ചേട്ടാ, എവിടെയായിരുന്നു? നമ്മൾ കാണാറുള്ള വഴിയരികിലും മരച്ചുവട്ടിലും മറ്റു കിടക്കുന്ന പെട്ടികളിൽ ചിലപ്പോൾ പണമായിരിക്കില്ലേ, ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചവ. അങ്ങനെ ഒരു പണം നിറച്ച പെട്ടി നമുക്ക് കിട്ടിയാലോ? എവിടെ നിന്നൊക്കെ പണം കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീണ് കിട്ടുന്നതുമാവാം. നല്ല ദിനം 3. ഇതിൽ പണം ആവോ? ആരെങ്കിലും കാണുന്നുണ്ടോ? ഭഗവാനെ, പണം തന്നെ ആവണേ.
എവിടെ നിന്നൊക്കെ പണം കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ വീണ് കിട്ടുന്നതുമാവാം. നക്ഷത്രഫലം ഫലിച്ചു. ദേ വീണ്ടും ഭാഗ്യം. എവിടെ നിന്നൊക്കെ പണം കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ വീണ് കിട്ടുന്നതുമാവാം. അയ്യേ, എന്തതില്? അയ്യേ, ഇതിലും. ശ്ശേ. ആരോട് ചോദിച്ചിട്ടാ വേസ്റ്റ് ആട്ടുന്നത്? വേസ്റ്റ് പണിയാ പൂശ്രാവനെ ഒടുക്കത്തൊരു പത്രം. നക്ഷത്ര ഫലം. എവിടെ നിന്നൊക്കെയോ പണം കയ്യിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീണ് കിട്ടുന്നതുമാകാം. നല്ല ദിനം 3. ഇനിയും വായിക്കണ്ട. കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് നാട്ടുകാർ വളഞ്ഞിട്ട് തല്ലാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് വളരെ മോശമാണ്.